ഇന്ന് പകൽ സമയം കർത്താവിന്റെ അഭിഷിക്തൻ അമേൻ ബിജു ബ്രദറിനെ ദൈവവചനത്തിനായിട്ട് ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ബിജു ബ്രദറെ. സോദരം കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവാർത്തത്തെ അറിയിക്കുന്നു. ഈ എബ്രോൺ പ്ലാറ്റ്ഫോമിൽ കർത്താവ് വിലപ്പെട്ട കർത്താവിന്റെ ദാസൻ ജോഷി പാഷ് കർത്താവ് വലിയ അവസരം തരുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്ലാറ്റ്ഫോമിൽ അയക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിഷ്ഠൂര്യ നാമത്തിൽ എന്റെ സ്നേഹബന്ധത്തെ അറിയിച്ചു കൊള്ളുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അത് 4-ാം വാക്യം 1 മുതൽ 4-ാം അധ്യായം അത് 1 മുതൽ 4 വരെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു നിന്ന്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ പരിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. മതി. ദൈവനാമത്തിൽ ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അടിയന്റെ നാവിലൂടെ പറയുവാനുള്ള കൃപ അടിയന് വേണ്ടി അവർ പകരണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസത്തിൽ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അടിയന്റെ ജീവിതത്തിലും ഒരു വിടുതലായി തീരുവാൻ, ഈ വചനം കേൾവിക്കാർക്കും ഒരു വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. അടിയനെ സമ്പൂർണമായി അവിടുന്ന് സമർപ്പിക്കുന്ന ആമേൻ. ഒന്നുകൂടെ വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആമേ സ്തോത്രം. ഇതൊരു ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ഉപവാസത്തോടെ 40 രാവും 40 പകലുമായി കർത്താവ് ഉപവാസത്തോടെ മരുഭൂമിയിലേക്ക് നടക്കുകയാണ്. ആമേ. ഈ നമ്മുടെ ജീവിതത്തിൽ ഉപവാസത്തോടിരിക്കുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പല അവസ്ഥകൾ കർത്താവിന്റെ ജീവിതത്തിൽ അനുഭവിക്കുക ഇടയായിത്തീർന്നു. എന്നാൽ ഈ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കർത്താവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം എൻ്റെ യേശു കർത്താവ് അവിടെ ജയത്തോടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. പല പ്രതികൂലങ്ങളും ഈ ദൈവമേ സ്തോത്രമല്ല ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. എന്നാൽ വിശ്വാസം നമ്മളെ വാക്കുകൊണ്ട് നമ്മളെ ദൈവമേ സ്തോത്രമല്ല വാക്കുകൊണ്ട് നമ്മളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപവസിക്കുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. ഈ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അകപ്പെട്ട് കളയുവാൻ ശത്രു കൊണ്ടുവരും. ആ ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലേ? ഈ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ദൈവമേ
എൻ്റെ വിശ്വാസം പോകുമോ, എൻ്റെ വിശ്വാസത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമോ? എന്നാൽ നമ്മൾ ഈ വചനത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലേല. എന്നാൽ ക്രിസ്തു, അല്ലേല, ദൈവം, അല്ലേല, ഈ പിശാച് ദൈവത്തോട് പരീക്ഷയുടെ വാക്കുകൾ കർത്താവിന്റെ സന്നിധിയിൽ യേശപ്പന്റെ അല്ലേല വാക്കുകൾ കൊണ്ട് ഈ കല്ലിനെ കാണിച്ചിട്ട് ദൈവമേലെ ഈ കല്ല് അപ്പമാവട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് അത്രേ. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവസ്തോത്രം വചനം ഹല്ലേലൂയ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ജീവൻ വരുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ദൈവസ്തോത്രം ഹല്ലേലൂയ, എൻ്റെ സ്തോത്രം ജീവിതത്തിൽ അനേക പരീക്ഷകൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. ശത്രു തകർത്ത് കളയേണ്ട അനേക അവസ്ഥകളിൽ നിന്ന് ഈ ദൈവം എന്നെ വിടിയിച്ച്. ഹല്ലേലൂയ. പ്രിയ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്റെ ദാസന്മാരെ ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ ആണ് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ജീവൻ മടക്കി തന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യൻ എങ്ങനായി തീരണം, എങ്ങനെ ആവണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനേക പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അവിടെയെല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പരീക്ഷിക്കപ്പെട്ട അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വന്നു. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം അനവധി വചനങ്ങൾ ഇയ്യോബിനെ കുറിച്ച് കേട്ട്, എന്നാൽ അവിടെയെല്ലാം ഇയ്യോബ് പ്രാർത്ഥനയിൽ മുന്നേറുകയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ പിശാച് ഇയ്യോബിന്റെ സ്തോത്രം ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെ വേലി കെട്ടി സ്തോത്രം ഇയ്യോബിനെ സൂക്ഷിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഇയ്യോബിന്റെ പ്രാർത്ഥനയാ മുന്നേറിയത്, വിശ്വാസമാണ് മുന്നേറിയത്. അവിടെ ഹല്ലേലൂയ പിശാച് ഇയ്യോബിനെ തൊടുവാൻ ഇടയായി തീർന്നില്ല. ആമേ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. നമ്മൾ ഉപവസിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥന നമ്മൾ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഉപവസിക്കുമ്പോൾ പലവിധമായ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ ഒരു പരീക്ഷയാണ്. കർത്താവേ ഹല്ലേലൂയ നമ്മളെ മുന്നേറുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയത്തെ തളർത്തുന്ന അവസ്ഥകൾ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് മുന്നേറുവാൻ പറ്റാതെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ സ്തോത്രമല്ല പല വാക്കുകൾ കൊണ്ട് നമ്മുടെ സ്തോത്ര ഉപവാസങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ദൈവകൃപ ചോർന്നു പോകാൻ ഇടയായി ചെയ്യും. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, എന്നെ ഈ കാലഘട്ടത്തിൽ ശക്തമായി എന്നെ ഒന്ന് പണിയണം. എനിക്ക് ഈ ദൈവത്തിന് വേണ്ടി, ഈ അപ്പന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കുവാൻ. അല്ലല്ല, അത് ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ അത് കഴിയത്തുള്ളൂ. ഒരു സ്തോത്രം മനുഷ്യന്റെ വാക്കുകൾ അത് പറയുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോം ഹല്ലേലൂയ വളരെ ഒരു അനുഗ്രഹമാണ്. കർത്താവേ ഹല്ലേലൂയ തന്റെ ദാസൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിനകത്ത് അനേക ദൈവദാസന്മാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ ഒരുവനെ പുറത്തു കൊണ്ടുവരുവാണ്. ഹല്ലേലൂയ ഒരുവനെ പഠിപ്പിച്ച് കർത്താവെ ഹല്ലേലൂയ നമ്മളെ പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം ഈ ഇങ്ങനെ കിട്ടാത്ത പല അവസ്ഥകൾ നമുക്ക് മറ്റിടത്ത് കിട്ടത്തില്ല. ഈ അവസരങ്ങൾ പ്രിയ ഈ പ്ലാറ്റ്ഫോമിലൂടെ ആണ് നമുക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നമുക്ക് കിട്ടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 1 ശമൂവേൽ അതിലെ 2 ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അന്ന ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും.
ആമേൻ ഹല്ലേലൂയ. അന്നയുടെ ദൈവമേ ഹൃദയം വളരെ വേദനയോടായിരുന്നു. ദൈവമേ അവിടെയും പരീക്ഷകൾ, പ്രതികൂലങ്ങൾ ഹന്നയുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഹന്ന തകർന്നു പോയില്ല, പതറിപ്പോയില്ല. വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേ. പെനീനയുടെ വാക്ക് ആഴമേറിയ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഹന്നയുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അവിടെയെല്ലാം തകർന്ന് തരിപ്പണമായപ്പോഴും അവൾ ഒറ്റ വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തോട് നിലവിളിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചാൽ, യാചിച്ച് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ കണ്ണുനീരോടെ നിലവിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഏക ദൈവം നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. എവിടെ തുറക്കാത്ത വാതിലുകളായാലും, എവിടെ അടയപ്പെട്ട ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, പ്രാർത്ഥനയിൽ മാത്രം ഹല്ലേലൂയ അത് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ആ പരീക്ഷയിലെല്ലാം എൻ്റെ ദൈവം വിജയിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കർത്താവിനെ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ മലയുടെ മുകളിൽ നിർത്തിയിട്ട് പറയാം, ഇതെല്ലാം കാണിച്ച്, ഇതെല്ലാം ഞാൻ എന്നെ നമസ്കരിക്കാൻ ഹല്ലേലൂയ. ദൈവം അവിടെയെല്ലാം വിജയമാണ് നേടുവാൻ ഇടയായിത്തീർന്നത്. ഈ നാളുകളിൽ നമ്മൾ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ ചില വിജയങ്ങൾ നമുക്ക് നേടണം. ഹല്ലേലൂയ. അത് ഈ പ്രാർത്ഥനയിൽ ഈ ഉപവാസത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, അവിടെയെല്ലാം ദൈവം നമ്മളെ നടത്തുന്നില്ലയോ? ദൈവമേ ദിനം പ്രതി നമ്മളെ നടത്തുന്നില്ലയോ? നമ്മൾ ദൈവമേ ഹല്ലേലൂയ നമുക്ക് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ അനേകർ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ ഭവനത്തിൽ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ കടഭാരങ്ങൾ കൊണ്ട് പ്രതിസന്ധി, കടക്കാർ വന്ന് ദൈവമേ നമ്മളെ അലട്ടുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും ദൈവമേ സ്തോത്രം ഹൃദയം തകർക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ തളർന്നു പോയിട്ടുണ്ടോ? നമ്മൾ ദൈവമേ സ്തോത്രം മരവിച്ചു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവമേ അവിടെയെല്ലാം നമ്മുടെ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. മോശയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വന്നു. തന്റെ ജനത്തെ ഹല്ലേലൂയ ജനത്തെ നയിക്കുമ്പോൾ ആ ദൈവമേ മരുഭൂമിയിലൂടെ മിസ്രൈമിലൂടെ കർത്താവെ അവിടെ നടത്തുമ്പോൾ മോശയ്ക്ക് നേരെ പലവിധമായ പ്രതികൂലങ്ങൾ കടന്നു വന്നു. അപ്പോഴും മോശ ഒരിക്കലും തളർന്നു പോയില്ല, പതറിപ്പോയില്ല. തന്റെ ജനത്തിന്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ദൈവമേ സ്തോത്രം അനേക ദൈവമേ ആഹാരങ്ങൾ അവർക്ക് മോശ കൊടുക്കുമ്പോഴും അത് ഭക്ഷിച്ചിട്ട് പോലും മോശയ്ക്കെതിരെ ജനം പിറുപിറുക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പല ആളുകൾക്ക് പലതും കൊടുക്കുമ്പോൾ അവർ നമ്മൾ തിരിച്ച് നമുക്ക് നല്ല വാക്കുകൾ പറയത്തില്ല. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രതികൂലമായിട്ടേ അവിടെ സംസാരിക്കത്തുള്ളൂ. അവിടെയെല്ലാം നമ്മൾ ദൈവമേ ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുവാൻ ഇടയാക്കരുത്. ഹല്ലേലൂയ. അവരെ കൊണ്ട് നമ്മളെ നല്ലത് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമേ നല്ല സാക്ഷികൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കർത്താവേ ദൈവമേ ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെ നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ഞാൻ ഇരുന്നുകൊള്ളുന്നു. സ്തോത്രം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ സ്തോത്രം. അല്ലെ ഈ അവസരം തന്ന കർത്താവിന്റെ ദാസന്റെ അടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ഇരുന്നു. ആമേൻ. താങ്ക് യു ദേവദാസനെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ഈ പകൽ സമയം കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട ദൈവശബ്ദം, ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ അതിനെ നമുക്ക് പറയാൻ കഴിയണം. വിശ്വാസത്തിലൂടെയുള്ള യാത്ര പ്രതിസന്ധികളെ തരണം ചെയ്യും. ആമേൻ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ദാസന്റെ മേൽ കൊടുത്ത ഈ നല്ല ആമേൻ ആമേൻ വാക്കുകൾക്ക്, വചനങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ
മുന്നോട്ടുള്ള യാത്രകളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം സംസാരിക്കുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ദേവദാസനെ. ഗോഡ് ബ്ലെസ് യു.